മതസൗഹാർദ്ദം എന്ന് പറഞ്ഞ് അതിലെന്തിനാണ് ഒരു മതസൗഹാർദ്ദം എന്ന് ആലോചിച്ചു പോയി. അത് എല്ലാവരും എഴുതുമ്പോ അതെ നമ്മള് ചിന്തിക്കുമ്പോ എന്തുകൊണ്ടാണ് അവരത് ഇടുന്നതെന്ന് അറിയോ? ഇപ്പം അത്രയും പോസിറ്റീവ് ഉണ്ടായിട്ട് നമ്മൾ ആ കമന്റ്സ് വായിച്ചു. പക്ഷെ അതിന്റെ താഴെ ഞാൻ കണ്ടത് ഒരു സങ്കടപ്പെടുത്തിയ കമന്റ് ബോക്സ് ആയിരുന്നു. അത് മതമാണ് അവിടെ മതസൗഹാർദ്ദം എന്നാ പറഞ്ഞുകൊണ്ടിരുന്നത്. അത് തുറക്കുന്ന ആ പോയിന്റ് വരെ നമ്മൾ ഇതിൽ മതം കണ്ടിട്ടില്ല. മതസൗഹാർദ്ദം എന്ന് പറഞ്ഞ് അതിലെന്തിനാണ് ഒരു മതസൗഹാർദ്ദം എന്ന് ആലോചിച്ചു പോയി. അത് എല്ലാവരും എഴുതുമ്പോ അതെ നമ്മള് ചിന്തിക്കുമ്പോ എന്തുകൊണ്ടാണ് അവരത് ഇടുന്നതെന്ന് അറിയോ? ഇപ്പം അത്രയും പോസിറ്റീവ് ഉണ്ടായിട്ട് നമ്മൾ ആ കമന്റ്സ് വായിച്ചു, നമ്മൾ മറന്നുപോയി, നമ്മൾ ആസ്വദിച്ചു മറന്നുപോയി. നമ്മൾ ഓർത്തിരിക്കുന്നത് എന്തുകൊണ്ടാണ്? നെഗറ്റീവ് എഴുതിയത് കൊണ്ടാണ്. അത് തന്നെയാണ് അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ നെഗറ്റീവ് പറയുന്നത്. ഇപ്പൊ നമ്മൾ പോലും പേഴ്സണലി ഇപ്പൊ ഞാൻ ഫേസ്ബുക്ക് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിരുന്ന സമയത്ത് നമുക്ക് ഇൻബോക്സ് തുറന്നു നോക്കുമായിരുന്നു മെസ്സഞ്ചറിലൊക്കെ പണ്ട്.